ഹലോ ഡിയേഴ്സ്, ഞാൻ സംഗീത. നമ്മൾ ലൈഫിൽ ഡിസിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് പലരോടും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടല്ലേ. ഞാനൊരു കഥ പറയാം. എന്റെ ടീച്ചർ പറഞ്ഞു തന്ന കഥയാണേ. ഒരു കാട്ടിലൂടെ കുറെ തവളകൾ നടന്നു വരികയായിരുന്നു. അപ്പോൾ അവർ ഒരു പൊട്ടക്കിണറ്റിന്റെ അടുത്തെത്തി. അവിടെ എത്തിയതും കുറച്ച് തവളകൾ കാൽ വഴുതി അതിനകത്തേക്ക് വീണു. ഈ വീണ തവളകൾ മുകളിലേക്ക് കയറി വരാൻ ശ്രമിക്കുകയാണ്. അപ്പം മുകളിൽ നിന്നും ബാക്കിയുള്ള തവളകൾ പറഞ്ഞു, കയറി വരല്ലേ, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാലോ, നിങ്ങൾ അവിടെ കിടക്കുന്നതാണ് സേഫ്, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ പറയാം. ഈ നിരുത്സാഹം കേട്ട് കയറി വന്ന തവളകൾ കയറി വരാൻ പറ്റാതെ താഴേക്ക് തന്നെ വീണു പോവുകയാണ്. മേളിൽ നിന്നും വീണ്ടും തവളകൾ വിളിച്ചു പറയുന്നു, അയ്യോ വരരുതേ വരരുതേ എന്ന്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു തവള മാത്രം കരയിലോട്ട് കയറി കയറി വന്നു. മുകളിൽ നിന്ന് ഇവർ വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ്, കയറി വരരുതേ എന്ന്. പക്ഷെ ആ തവള കയറി കരയിലെത്തി. കരയിലെത്തിയപ്പോ ബാക്കി തവളകളൊക്കെ ചോദിക്കുകയാണ്, നിന്നോട് വരരുതെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ആ തവള കേൾക്കുന്നില്ല. എന്താണ്, ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. പലരും നമ്മുടെ കാര്യങ്ങളിൽ പല അഭിപ്രായവും പറയും. ഇവർക്കൊന്നും നമ്മുടെ ലൈഫ് എന്താണെന്നോ നമ്മുടെ കാര്യങ്ങളുടെ അവസ്ഥ എന്താണെന്നോ അറിയില്ല. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന, നമുക്ക് വെൽ വിഷറിന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒന്നോ രണ്ടോ പേരോട് മാത്രം അഭിപ്രായം ചോദിക്കുക. അവിടെയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നെങ്കിൽ കണ്ണടച്ച് ലോങ് ബ്രീത്ത് എടുക്കുക. ഒന്നോ രണ്ടോ ലോങ് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കുക. അപ്പോൾ വരുന്ന ഫസ്റ്റ് ഡിസിഷൻ എന്താണോ അതെടുക്കുക. അത് കറക്റ്റ് ആയിരിക്കാം. പല പല അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ ഒരിടത്തും എത്താതെ പോകുന്നതിനെക്കാട്ടി അതല്ലേ നല്ലത്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.